ഇപ്പൊ സമയം 4:30 കഴിഞ്ഞുണ്ട്. നല്ല വെയിലും കാറ്റും കിളിയുടെ സൗണ്ടൊക്കെ ആയിട്ട് ഞാനിങ്ങനെ റിലാക്സ് ആയിട്ട് നിൽക്കാം കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ സ്റ്റോറി ടെല്ലിങ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ആക്കാൻ. എൻ്റെ ഈ വ്ളോഗിലൊക്കെ ഉണ്ടല്ലോ സ്റ്റോറി ടെല്ലിങ് പറയാം, സ്റ്റോറി ടെല്ലിങ് ഇല്ലേ ഇല്ല. സ്റ്റോറി ഞാൻ പറയുന്നില്ല, ഇതിപ്പോൾ സാധാരണ ഇങ്ങനെ ഞാൻ പറയാം, സാധാരണ ഇങ്ങനെ പറയാം. അതൊക്കെ കോഴിയൊക്കെ അവിടെ വെക്കണേ, കോഴി അവിടെ ഒക്കെ ഉണ്ട്. അതിന് നമുക്ക് അകത്ത് പോവാം. അതിലെന്ത് കഥയുള്ളത്, വ്ളോഗായി കഥ എങ്ങനെ അവതരിപ്പിക്കണം, ഒരു സിനിമ അതിൻ്റെ ഒരു ഫ്ലൂവൻറ്റിൽ എങ്ങനെ അങ്ങ് പോകണം, നമ്മുടെ കഥ എങ്ങനെ അങ്ങ് പോകണം. ഞാൻ ഡെയിലി 10-20 വീഡിയോ ഉണ്ടെങ്കിലും എനിക്ക് ഇന്ന് കണ്ടൊരു വീഡിയോയിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് സ്റ്റോറി പറഞ്ഞാൽ എന്തിന് വൈ ഞാനൊരു ട്രയൽ ഞാൻ കാണിച്ചു തരാം. ട്രയൽ വെച്ചാൽ ആഫ്റ്റർ ബിഫോർ ഞാൻ കാണിച്ചു തരാം. ഗെയിം ഡിലീറ്റ് ആക്കിയതിനെ പറ്റി പറഞ്ഞുതരാം കേട്ടോ. ഇതിലൊക്കെ ഗെയിം ഡിലീറ്റ് ആക്കിയതിനെ പറ്റി പറഞ്ഞുതരാം. ഞാൻ ആ ഗെയിം ഡിലീറ്റ് ആക്കി, എനിക്കിനി ഗെയിമിന് ആവശ്യമില്ല. കഴിഞ്ഞ് അവിടെ സ്റ്റോറി ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. എന്തിനാണ് നമ്മൾ ഡിലീറ്റ് ആക്കിയത്, അത് അതിൽ കൊണ്ടുവരണം. ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ വൈ, അതെന്തിനു കൊണ്ടുവന്ന്, അതെന്തിനു ചെയ്ത്, അതാണ് നമ്മൾ പറയേണ്ടത്. അതാണ് സ്റ്റോറി. അതിനെ വിവരിച്ചിങ്ങനെ പറയുമ്പോഴല്ലോ ആഹാ അതിനൊരു സുഖം ഉണ്ടല്ലോ. എനിക്ക് ക്ലിയർ ആയിട്ട് അത് പറയാറിയില്ല, കാര്യം പറയാമല്ലോ. ഞാൻ ഇന്ന് നോക്കിയിട്ട് എനിക്കത് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. ബിഫോർ കേട്ടില്ലേ, ഇനി ആഫ്റ്റർ ഏൽപ്പിച്ചുതരാം. എൻ്റെ മൊബൈലൊരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ഗെയിം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഞാൻ മൊബൈലിൽ തുറന്നാൽ അപ്പം ആ ഗെയിം മാത്രമേ എടുക്കുള്ളൂ. ഗെയിം എടുക്കും, ഗെയിം കളിക്കും, പിന്നെ കുറേ നേരം ഗെയിം കളിക്കും, ഫ്രണ്ട്സിനെ പുറത്ത് നേരം പറഞ്ഞിരിക്കും, പിന്നെ കുറേ നേരം ഗെയിം കളിക്കും, ഔട്ടാവും, പിന്നെയും ഗെയിം കളിക്കും, പിന്നെയും ഔട്ടാവും. അങ്ങനെ സമയം പോകുന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഫോക്കസ് ഫുള്ളും ഗെയിമിലായിരുന്നു. എനിക്ക് ആവശ്യമുള്ളത് വ്ളോഗിങ് ചെയ്യാം. ആ ഗെയിമുള്ളത് കൊണ്ട് എനിക്ക് വ്ളോഗിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം പറയാലോ, ആ ഗെയിം എനിക്ക് ഡിലീറ്റ് ആക്കാനും തോന്നുന്നുണ്ട്, ഡിലീറ്റ് ആക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഗെയിം ഉള്ളത് കൊണ്ട് എനിക്ക് വ്ളോഗിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ദിവസം എന്ത് ചെയ്ത് ആ ഗെയിം അങ്ങോട്ട് രണ്ടും കൽപ്പിച്ചാണ് ഡിലീറ്റ് ആക്കി. ഇനി എനിക്ക് വ്ളോഗ് മാത്രം മതി, ഗെയിം ഡിലീറ്റ് ആക്കിയാൽ എനിക്ക് വയ്യ. അത് വേറെ ടൈം വേസ്റ്റൊക്കെ എനിക്ക് വയ്യ. രണ്ട് ഗെയിം കളിക്കുന്ന കാര്യത്തൊക്കെ പറഞ്ഞ് ഞാൻ ഗെയിം ഡിലീറ്റ് ആക്കാം. എനിക്ക് ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല, ഞാൻ ഗെയിം ഡിലീറ്റ് ആക്കാം. എനിക്ക് ഈ ഗെയിം വേണ്ട പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ആക്കി. എനിക്ക് വ്ളോഗിൽ ഫോക്കസ് ചെയ്യണം, എനിക്ക് വ്ളോഗിൽ സക്സസ് ആവാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഗെയിം ഡിലീറ്റ് ആക്കി. ഇപ്പോൾ വ്ളോഗിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഇപ്പോൾ കിടിലനായിട്ട് വ്ളോഗ് ഇടാൻ പറ്റുന്നുണ്ട്. കണ്ട അത് കണ്ടില്ലേ, ഒരു ചെറിയ സാധനം എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നീണ്ടു പോയതെന്ന് കണ്ടില്ലേ. അത് സ്റ്റോറി അറിയുമ്പോൾ അങ്ങോട്ട് സൂം ചെയ്ത് അങ്ങോട്ട് എടുക്കുക, അതാണ് സ്റ്റോറി. എനിക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇതിപ്പോൾ ഇപ്പോഴത്തേക്ക് ചെയ്തപ്പോൾ അത് പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഉണ്ടല്ലോ എന്ത് രസം അറിയാം. സ്റ്റോറി പറഞ്ഞാൽ ഇനിയും ബെറ്ററൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് പഠിക്കട്ടെ. ഞാൻ ഇങ്ങനെ സ്റ്റോറി ടെല്ലർ, എന്നെ സ്റ്റോറി ടെല്ലിങ് ബെറ്റർ ആക്കട്ടെ ഞാൻ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സാധനം കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റോറി ടെല്ലിങ് വിളിക്കാം. കാസി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറുണ്ട്, എവിടെയാണെന്ന് അറിയാം, ന്യൂയോർക്കോ അവിടെ എവിടെയായിട്ടാണ്. അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് പറഞ്ഞാൽ മോനെ അത് സ്റ്റോറി പറയുമ്പോൾ ഉണ്ടല്ലോ. പച്ചക്കറിക്ക് വണ്ടി വന്നിട്ടുണ്ട്, കുറേ നേരം കാത്തുക്കും. അച്ഛൻ വിളിച്ചിട്ട് അമ്മേനെ കൂട്ടിക്കൊണ്ടുവരാൻ എൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. പച്ചക്കറി ഉണ്ട് പാലത്തിൻ്റെ അവിടെ. എന്താണ് മാഡം, എന്തൊക്കെ മേടിച്ചേ? മറ്റേ മേടിച്ചില്ല, മറ്റേ എനിക്ക് ഇനിയും ബെറ്റർ ആയിട്ട് സ്റ്റോറി ടെല്ലിങ് കിടലിനായിട്ട് പറയണം. രാവിലെ പറഞ്ഞ പോലെ തന്നെ എന്തിന് വൈ അതെനിക്ക് ഇനിയും കൊണ്ടുവരണം കേട്ടോ. വ്ളോഗിൽ ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് ആകെ കൺഫ്യൂഷനായി പോണ്. വ്ളോഗിൽ ഞാനിനി എന്തു പറയും, ഞാനിപ്പോൾ കസാരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഇങ്ങനെ എൻ്റെ കാല് പിടിച്ചിട്ട് നെക്കിക്കൊണ്ട് നിൽക്കണം. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം ഇനിയിപ്പോൾ എന്തു പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ചു നിൽക്കും, ഒന്നും കിട്ടണില്ല. കിട്ടി കുറച്ച് വൃത്തിയില് എന്തെങ്കിലും കാട്ടി എന്താണ് മുഖത്ത് മുഖെങ്കിലും ഒന്ന് കഴുകിയിട്ട് റെഡിയാക്കി. എന്താണ് മുഖത്തുള്ള ഫുള്ളൊരുമാതിരി എവിടെയോ
രണ്ടോണ്ട് ഓടി വന്നിട്ട് വന്ന് എടുക്കുന്നവരുണ്ട്. ലൈറ്റോകളാ വെറുതെ എടുക്കാണ് പൊട്ട. ആ ഫ്ലാഷ് ഇട്ട് എടുക്കുന്നതാ ഇവിടെ അവിടെ. ഇത് 4K-ലാണെങ്കിൽ നല്ല ബ്രൈറ്റിൽ കിട്ടുള്ളൂ. അത് 4K-ലാണെങ്കിൽ സ്റ്റോറേജ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഓരോ ലൈറ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നോക്കി നോക്ക്. അതായത് ഞാൻ വ്ളോഗ് എടുക്കണ ഇടയിൽ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഓരോന്ന് ഇങ്ങനെ കാട്ടിക്കൊണ്ട് വെക്കും. ഞാൻ ഇവിടെ കാല് വെച്ചിരുന്നപ്പോൾ കീണിൻ്റെ കാല് പിടിച്ചേക്കാണ്. പിന്നെ ഒരാളുണ്ട് അവിടുന്ന് മുഖത്തെന്ത് ഇത്ര പിടിച്ചു, മുഖത്തെന്ത് ഇങ്ങനെ തിളക്കോ ഓടി വന്ന പോലെ ഉണ്ട് അങ്ങനെയാന്നൊക്കെ പറഞ്ഞേക്കണേ. ഇത് ഞാൻ 4K-ലാക്കി നോക്കി. അപ്പം മൂപ്പർക്ക് മനസ്സിലായി ഇത് എന്താ സംഭവം മനസ്സിലായിക്കണേ. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോറി നോക്കി നോക്കിയാലോ. അടുത്ത സ്റ്റോറി ഏതാക്കാന്ന് വെച്ചാൽ എനിക്കൊരു കല്ല് കിട്ടിയിരുന്നു. ഒരു ക്ലിയർ ത്രികോണത്തിലുള്ള കല്ല് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ക്ലിയർ ത്രികോണത്തിലുള്ള കല്ല് എവിടെ നിന്ന് കിട്ടിയെന്നും പിന്നെ കാര്യങ്ങളും അങ്ങനത്തെ പറയാൻ ഒരു സ്റ്റോറി ഞാൻ ഇതാക്കി കേട്ടോ. ഒരു നോർമലും പിന്നെ ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി പോലെയും. ഈ കല്ല് ഞാൻ ഡാമൊക്കെ നീന്താൻ പോയപ്പോൾ എനിക്ക് നിലത്തുനിന്ന് കിട്ടിയതാണ്. നല്ല രസമുണ്ട് അല്ലേ, നല്ല രസമല്ലേ. ഇനി അടുത്തത് ഇനി അടുത്ത സൂം ചെയ്തിട്ടുള്ള എങ്ങനെ നോട്ടെ. ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ കടന്നുകൊണ്ട് നിൽക്കുക. അമ്മ ഇപ്പര ഞാൻ ഈ റൂമിൽ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ട് ഞാൻ ഞെട്ടി എണീക്കണം. എന്തോ ഒരു സ്വപ്നം കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റ്. എൻ്റെ കാലിൽ പാമ്പ് കടിക്കണ ഒരു സ്വപ്നം കണ്ടിട്ട് ഞാൻ ഞെട്ടിയാൻ കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ ഞാൻ ഫുള്ള് വേർത്ത് ഒലിച്ച് ഇങ്ങനെ ഇരിക്കുക. നന്ദു എല്ലാവരും എന്നെ വിളിക്കണ്ടായിരുന്നു ക്ലിയർ ടൈമിൽ. ഡാമിൽ പോയി ചാടാന്ന് വിളിച്ചുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് അവരെന്നെ വിളിച്ചോണ്ടായി. ഞാൻ ചെരുപ്പിട്ട് അവരെ വെക്കാലെ പോയി. അവർ 3 ആൾക്കാർ ആദ്യം ഫ്രണ്ടിലിറങ്ങി. ആരൊക്കെ? നന്ദു ഉണ്ടായിരുന്നു, അച്ചു ഉണ്ടായിരുന്നു, ഉണ്ണി ഉണ്ടായിരുന്നു. മേലത്തേക്കന്മാരാണ് അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവർ 3-4 ഫ്രണ്ടിൽ കൂടെ നടന്നുപോയി. ഞാനൊരു വലിയൊരു കല്ല് തട്ടി. ആ കല്ല് തട്ടിയിട്ട് ഈ കല്ലിൻ്റെ മേലെ കൂടെ പോയി. ഞാൻ നോക്കുമ്പോൾ ക്ലിയർ ത്രികോണത്തിലുള്ള കല്ല് ഉണ്ടോ, ക്ലിയർ ത്രികോണത്തിലുള്ള കല്ല്. ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ്, പിന്നെ ഈ സൈഡ്, എല്ലാ സൈഡ് ക്ലിയർ ത്രികോണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കല്ലാക്കി എടുത്താലോ വിചാരിച്ച്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ നന്ദി പറയണം. അതാണ് ഒരു സക്സസ്ഫുള്ളിൻ്റെ സീക്രട്ട് കേട്ടോ. മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ സാധനങ്ങൾ കിട്ടിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഈ കല്ല് അങ്ങനത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കല്ലാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് എടുത്തോണ്ടെന്ന്. ഇതിന് പെയിന്റ് അടിക്കണമെന്നുണ്ട്, പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെയിന്റ് അടിക്കില്ല. എനിക്കിത് പറയാൻ പറ്റണില്ല. എനിക്ക് ഇനിയും ട്രെയിൻ ചെയ്യണം. എനിക്ക് ഇനിയും സ്റ്റോറി ടെല്ലിങ് ഇനിയും ട്രെയിൻ ചെയ്യണം. എനിക്ക് ഇനി സൂം ചെയ്ത് കിടിലനായിട്ട് പറയാൻ പറ്റണം. എനിക്ക് ഇനിയും ട്രെയിൻ ചെയ്യണം. നല്ല കണ്ടന്റ് ഒക്കെ പിടിച്ചിട്ട് നല്ല വ്യൂസിനൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് എന്നാലും ഞാൻ പറഞ്ഞ സീരിയൽ വെച്ചരാന്ന്. ലൈവ് TV അല്ലേ? ഇത് അമ്മയോട് ഞാൻ പറഞ്ഞു അന്ന് വെച്ച് പഠിച്ചോളാൻ. കിണി വാ ബ്ലോഗിൽ ജോയിൻ ചെയ്യും. സ്റ്റോറി ടെല്ലിങ് ഇനിയും ബെറ്റർ ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്തേ പറ്റും. കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ എടുക്കണം. സ്റ്റോറി എങ്ങനെയാണെന്ന് നോക്കണം, പഠിക്കണം. കിടിലനാക്കി സ്റ്റോറി അറിയണം. ആൾക്കാരെ ഉണ്ടല്ലോ പിടിച്ച് നിർത്തണം ലാസ്റ്റ് വരെ. ഇപ്പോൾ എൻ്റെ വ്ളോഗിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. ആരൊക്കെ? ഇതാ ഒന്ന് അനു പിന്നെ ആര്? കിങ്ങിണിയില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വൈകുന്നേരം ഉണ്ണീൻ്റെ അടുത്ത് കൊണ്ടുവന്ന മീന. ഇത് ഫംഗസ് അടിച്ചത്. ഇതിവിടെ വെച്ച് ചാടൂലേ? ടാങ്കിൽ തരണോ? അപ്പൊ ഞാൻ പറയാൻ വേണ്ടിയിരുന്നതായിരുന്നു, ഡെയിലി വ്ളോഗ് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഡെയിലി കണ്ടന്റ് വേണ്ടേ. അപ്പോൾ ഇപ്പോൾ ഒരു മീൻ ചാടിയില്ലേ പുറത്തുനിന്ന്, അതെങ്ങനെ മീൻ അവിടെ എത്തിയെന്നും അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അതൊരു സ്റ്റോറി ആക്കി സൂം എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ എന്തായാലും എൻ്റെ ട്രൈപ്പോണും ക്യാമറ ഇവിടെ ആക്കട്ടെ. ആ മീനെ പറ്റിയുള്ള കഥ നമ്മൾ തുടങ്ങാം കേട്ടോ. സ്റ്റോറി പറഞ്ഞാൽ കിടിലനാക്കണം, അതാണ് സ്റ്റോറി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതും കൂടി നോക്കിയിട്ട് വ്ളോഗ് ക്ലോസ് ചെയ്യാം കേട്ടോ. വ്ളോഗല്ല, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഓരോ ട്രെയിനിങ് ക്ലോസ് ചെയ്യാം കേട്ടോ. നേരെ ഉണ്ണീൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ വീട്ടിലുള്ള കുളത്തിലുണ്ടായിരുന്നു 2 മീൻ ചത്തെടുക്കണം. അപ്പോൾ അവൻ്റെ അമ്മൂമ്മ പറഞ്ഞ് ഒരു മീൻ എടുത്ത് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് നേരത്തെ അത് ചാടിപ്പോയി. അത് ബിഫോറാണ് അത് ബിഫോർ.
ഇത് ബിഫോർ ആയിരുന്നു കേട്ടോ. ഇനി ആഫ്റ്റർ എങ്ങനെ ആവും നോക്കിയാലോ. അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ശീലമാണ്, സ്റ്റോറി ടെല്ലിങ് ബെറ്റർ ആക്കണം. അപ്പോൾ ആഫ്റ്റർ നോക്കി നോക്കാം. ഞാൻ വീട്ടിൽ നിന്ന് മൊബൈലിൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നന്ദു ഉണ്ണിയും പണി കഴിഞ്ഞിട്ട് വരുന്നത് ഞാൻ കണ്ടത്. നന്ദു ഇവിടെ കടന്നുറങ്ങുന്നുണ്ട്. അവർ രാവിലെ പണിക്ക് പോയതാ. നന്ദുവിന് റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലീവൊക്കെ അല്ലേ, അപ്പോൾ അവർ പണിക്ക് പോയതാണ്. അപ്പോൾ പണിക്ക് പോയിട്ട് വന്നപ്പോൾ ഉണ്ണി ഉണ്ടായിരുന്നു, ഇവനും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ണീനെ കണ്ട് ഇപ്പം ഞാൻ വിചാരിച്ച് ഉണ്ണീൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ, അവൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായി, അവൻ്റെ വീട്ടിൽ പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടോ. ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് ഞാൻ അവൻ്റെ ഒപ്പം അവൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഞാൻ ആദ്യം അവൻ്റെ മൊബൈൽ എടുത്തിട്ടോ, ചാർജ് ഉണ്ടോ നോക്കാൻ അവൻ്റെ മൊബൈൽ എടുത്ത് നോക്കി. മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ സമയം 6:45 സമയം. എന്നിട്ട് ഞാൻ ഉണ്ണീൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണി വീട്ടിൽ നിന്ന് നമുക്ക് മൂന്നാൾക്കും കിടക്കാം, ബെഡിൽ കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ നിലത്ത് കിടക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്നിട്ട് അവൻ വരില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അവൻ വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മൂമ്മ പറയണ്, കിച്ചോ അതാ ആ കുളത്തിൽ 2 മീൻ ചത്ത് നാശമായി കിടക്കണ്, ഇനി അതിൽ ഒറ്റൊരു മീനുണ്ട്, അതിനെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഇവന് ഈ മീനെ കൊല്ലാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ എന്ത് ചെയ്ത് ഞാൻ അവൻ്റെ അനിയനെയും കൂട്ടിയിട്ട് അവൻ്റെ കുളത്തിൻ്റെ ഭാഗത്ത് പോയിട്ട്, കുളം എന്ന് പറയാനില്ല, ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് അതിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിൽ മീനിട്ട് വെച്ചിരിക്കണേ. മറ്റേ നിലത്ത് കൂടെ ഒക്കെ പോകുന്ന ഒരു മീനില്ലേ, അതിൻ്റെ മീനിൻ്റെ പേര് എനിക്കറിയില്ല. ആ മീനുണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. ആദ്യം 3 ഉണ്ടായിരുന്നു, 2 ചത്തിട്ടുണ്ടല്ലോ. ചീഞ്ഞ് ഒരുമാതിരി പോണം, ഇത് മൂക്കിൽ കുത്തി കയറണ പോണം. എനിക്കൊക്കെ ഛർദ്ദിക്കാൻ പറ്റി അവിടുന്ന്, എനിക്ക് ഛർദ്ദിക്കാൻ പറ്റി. കാര്യം പറയാലോ, എൻ്റെ മണം ഇപ്പോഴും പറയുമ്പോണ്ടല്ലോ, മണത്തിൻ്റെ കാര്യം ഇപ്പോഴും പറയുമ്പോൾ ഉണ്ടല്ലോ, ഛർദ്ദിക്കാൻ വേണ്ടി വയറ് ഇവിടുന്ന് എന്തൊക്കെയോ ആവണ്. അമ്മാതിരി മണം പറഞ്ഞാൽ അമ്മാതിരി മണം. അനിയനെയും കൊണ്ടുണ്ടല്ലോ വടിയും കൊണ്ട് തോണ്ടിച്ച്, അവൻ്റെ അനിയനെയും കൊണ്ട് വടിയും കൊണ്ട് തോണ്ടിച്ച്. എന്നിട്ട് അവൻ്റെ അനിയൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് അതിൽ കപ്പിട്ടിട്ട് കോരി അതിൻ്റെ വെള്ളം വറ്റിക്ക്, അത് കഴിഞ്ഞിട്ട് മീൻ കാണുമ്പോൾ ഞാൻ കോരാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അവൻ കോരി വെള്ളം വറ്റിച്ച് അവൻ കോരുമ്പോണ്ടല്ലോ എന്ത് മോണറിയൂ. ഞാൻ അപ്പത്തേക്ക് ആ ഭാഗത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. അവൻ കോരി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച്, ഞാൻ എന്നിട്ട് മെല്ലെ പോയി വയ്ക്കുകൊണ്ട് ഫുള്ള് എന്താ പറയുക, ഫുള്ള് ഒരുമാതിരി മീനെ ഞാൻ അവിടുത്തെ ബക്കറ്റ് എടുത്തിട്ട് അവൻ്റെ അനിയനെയും കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചെറിയ ട്രെമ്മിലിട്ട്, ആമ്പിലിട്ട് ചെറിയ ട്രെമ്മിലിട്ട് ഞാൻ ഇതിപ്പോൾ രാത്രി ഇതാ ആ ചാടി പോയിക്കണം. ഈ സ്റ്റോറി എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ? ലാസ്റ്റ് പറഞ്ഞ സ്റ്റോറി അല്ലെങ്കിൽ ബിഫോറും ആഫ്റ്റർ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് വ്ളോഗ് ക്ലോസ് ചെയ്യട്ടെ, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റോറീൻ്റെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ അടുത്ത എല്ലാ സ്റ്റോറി ആയിട്ട് അടുത്ത എല്ലാ കണ്ടൻറ്റ് ആയിട്ടും നാളെ കാണാം കേട്ടോ.